ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്നൊരു പോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്തതായിട്ട് ഏത് മാനുവേണം തുടങ്ങേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലൊരു 3 ഉണ്ട്. അതിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് പോൾ ചെയ്യുക. നമുക്ക് അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് വരുന്ന ഏതാണെന്ന് വെച്ചാൽ അത് ചെയ്യുക. എനിക്ക് അതിലേറ്റവും ഇഷ്ടം പിക്ക് മീ അപ്പ് ആണ് കേട്ടോ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡാർക്ക് ആക്ഷനാണ്, ഒരു സർവൈവൽ ത്രില്ലറാണ്. അത് വായിച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്, സംഭവം കിടിലൻ സാധനമാണത്. ഇനി നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട് വെച്ചാൽ അതിൽ വോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്നാൽ നമുക്ക് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അത് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കളിക്കില്ല കേട്ടോ. നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യണില്ല. കുറേ പേര് കാണുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വലിയ പണിയുള്ള കേസൊന്നുമല്ലല്ലോ, ജസ്റ്റ് ആ ബട്ടൺ ഒന്ന് അമർത്തി വിട്ടാൽ മതി. ലൈക്കും ചെയ്യും, ഇപ്പോൾ തന്നെ ചെയ്തോ, അല്ലെങ്കിൽ പിന്നെ മറക്കും. അപ്പോൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ മുയോൺ ചിയോൻ്റെ തല അറുത്ത് യോവോണിനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്നതിൻ്റെ ബാക്കിയാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നീയാണ് എൻ്റെ അമ്മയെ കൊന്നത്. എന്ത്? യോവോണ് പെട്ടെന്ന് ഒരു പേപ്പർ എടുത്ത് അവളുടെ അടുത്ത് കണ്ട് ഇട്ട് കൊടുത്തു. എന്താ ഇത്? ഞാൻ പോയ്സൺ സെക്ടറിലുള്ള ജോങ്സ്യോൺ ചിയോൺ, യോവോൺ ചിയോൺ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്നത് 10 മണിക്കൂർ മുന്നേ പോയ്സൺ സെക്ടറിൻ്റെ മാനറിലുള്ള ജോങ്സ്യോൺ ചിയോൻ്റെ റൂമാണ്. യങ് മാസ്റ്റർ, ഇത് ഞാനാണ്. ഓ, നീ വന്നോ? ഷാഡോ സെക്ട് ഇതുവരെ എന്തെങ്കിലും ആക്ഷൻ എടുത്തോ? ഷാഡോ സെക്ടിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണ നമ്മുടെ ആൾ പറഞ്ഞത് പ്രകാരം യോവോൺ ചിയോൻ്റെ ഫോളോവേഴ്സിൽ ഒരുത്തനെ അവർ കൊണ്ടുപോയി എന്നാണ്. ഷാഡോ സെക്ടോ? അവനാണെങ്കിൽ അവൻ്റെ ഫോളോവേഴ്സിനെ അത്രത്തോളം കെയർ ചെയ്യണ ഒരുത്തനാണ്. എന്നിട്ടും ഷാഡോ സെക്ടിന് എങ്ങനെ ധൈര്യം വന്നു അവൻ്റെ ആളോട് കളിക്കാൻ? ഇതാണ് എൻ്റെ ഓപ്പർച്യൂണിറ്റി. ഷാഡോ സെക്ടിനെ അറ്റാക്ക് ചെയ്ത് ഫെയിൽഡായി പോയപ്പോൾ നമ്മുടെ പോയ്സൺ സെക്ടിൻ്റെ 80% മാൻ പവറാണ് നഷ്ടപ്പെട്ടു പോയത്. എനിക്കുറപ്പാണ് ആ ഷാഡോ സെക്ടത്തെ ആൾക്കാർ നമ്മൾ ബാക്കിയുള്ളവരെയും എന്തായാലും തീർക്കും. അത് നടക്കുന്നതിന് മുമ്പ് യോവൂണും ആ നശിച്ചവളും നേർക്കുന്നവർ വരണം. അത് നടത്തിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവരിൽ ഒരാളെങ്കിലും അവിടെ മരിച്ചു വീഴും. ഇന്നർ ഡിസിപ്പിൾ. യെസ് യങ് മാസ്റ്റർ. ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ എഴുതിയെടുക്കണം. അപ്പോൾ ഈ ലെറ്റർ കൊണ്ടാണല്ലേ അവൻ ആരാണ് അവൻ്റെ ഫോളോവേഴ്സിനെ കിഡ്നാപ്പ് ചെയ്തെന്ന് മനസ്സിലായത്. ഇതുകൊണ്ട് തന്നെയാണ് അവന് ആ നശിച്ചവൾ മരിച്ചതിൻ്റെയും സത്യാവസ്ഥ മനസ്സിലായത്. നമ്മുടെ പാട്രിയാർക്കിന് പോലും ഇതുവരെ അതറിയില്ല. അവനാണെങ്കിൽ ഇപ്പോഴും കിടപ്പിലാണ്, എന്നിട്ടും അവനിതെന്നോട് ചെയ്തു അല്ലേ? ശരി, ഞാൻ തന്നെയാടാ നിൻ്റെ ആ വൃത്തികെട്ട തള്ളം മരിക്കാൻ കാരണം. അതിനിപ്പോൾ എന്താ? നീ നിൻ്റെ ദേഷ്യം മുഴുവൻ ഈ സെക്ടത്തെ ആൾക്കാരെയും എന്നെയും കൊന്ന് തീർക്കാൻ പോവുകയാണോ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ മേലെ നീ ഒരു കൈ വെച്ച് നോക്കടാ. എൻ്റെ ബ്രദറാണ് ഇവിടുത്തെ ഫസ്റ്റ് എൽഡർ. പിന്നെ അവൻ ഒരിക്കലും നിന്നെ വെറുതെ വിടില്ല. ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒരു വിരലെങ്കിലും എൻ്റെ മേത്ത് വെക്ക്. ഞാൻ നിൻ്റെ ഫോളോവേഴ്സിനെ മൊത്തം... അത് പറഞ്ഞ് തീർന്നില്ല. അപ്പോഴത്തേന് നോക്കുമ്പോൾ യോവോൺ അവൻ്റെ സേബർ എനർജി യൂസ് ചെയ്ത് അവളുടെ കണ്ണിനണ്ട് വെട്ടി. ലേഡിയുമാണെങ്കിൽ വേദന കൊണ്ട് ആകെ അലറാൻ തുടങ്ങി. അവളാണെങ്കിൽ എൻ്റെ കണ്ണ് എന്ന് പറഞ്ഞ് അലറിയും കൊണ്ടിരിക്കുകയാണ്. ആകെ വിറച്ച് നിൽക്കുകയാണ് അവള്. നിനക്കിവിടെ കാഴ്ചകൾ കാണാൻ ഒരു അർഹതയില്ല. എടാ നശിച്ചവനെ, നിന്നെ ഞാൻ... അത് പറഞ്ഞു തീർക്കാനും സമ്മതിച്ചില്ല. അപ്പോഴത്തേനും നോക്കുമ്പോൾ വായണ്ട് വെട്ടി. ലേഡിയുമാണെങ്കിൽ വായ പൊത്തിപ്പിടിച്ച് അലറാൻ തുടങ്ങി. നിനക്ക് സംസാരിക്കാനും അർഹതയില്ല ഇവിടെ. മതി, നിർത്ത്. നിനക്ക് നീ ചെയ്തു കൂടുന്ന കാര്യങ്ങളുടെ കോൺസിക്വൻസസ് ആലോചിച്ച് പേടിയില്ലേ? ഇത് ഞങ്ങളുടെ സെക്ടത്തെ മാൻ പവറിൻ്റെ ചെറിയൊരു അംശം മാത്രമാണ്. ഫസ്റ്റ് എൽഡർ തിരിച്ചു വന്ന് ഇതെങ്ങാനും കേട്ടത് പിന്നെ നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല. അവനിത് എപ്പോഴെങ്കിലും കേൾക്കുകയാണെങ്കിൽ അത്... നീ എന്താ ഈ പറയുന്നത്? നോക്കുമ്പോൾ യോവണ് പെട്ടെന്ന് കൈ ഉയർത്തി അവൻ്റെ ടെലികൈനസിസ് പവർ യൂസ് ചെയ്തു. തൊട്ടടുത്തുള്ളൊരു ഡോറിന് തുറന്നു നോക്കുമ്പോൾ അതിൽ ഫുള്ള് ഗാർഡ്സാണ്. എല്ലാവരും മരിച്ചു കിടക്കുക, ചോരലാകെ മുങ്ങി കുളിച്ച് നടക്കുന്നവരൊക്കെ. പിന്നെ നമ്മളെ കാണിക്കുന്നത് അത് പോയ്സൺ സെക്ടത്തെ ആൾക്കാരായിരുന്നു. കാരണം അതിൽ ജോങ്സ്യോമും ഉണ്ട്. അവനിവിടെ ഒരു കാര്യവും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. കാരണം ഇവിടെ നിങ്ങളും പോയ്സൺ സെക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. അത് കേട്ടപ്പോൾ അവരൊക്കെ ഒന്ന് പേടിച്ചു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതാണ് എൻ്റെ പ്ലാൻ എന്നുള്ളത്. അവരെ എല്ലാവരെയും കൊന്നു കളഞ്ഞേക്കുക, അതാണ് എൻ്റെ ഓർഡർ.
യെസ് സാർ. പിന്നെ നോക്കുമ്പോൾ എൽഡർ വാൻഡിയും സാർ ലേഡി ഒരു വിളയാട്ടേന്നു അവിടെ. രണ്ടുപേരും കൂടിയും അവിടെ ഉള്ള എല്ലാ ഗാർഡ്സിനെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എല്ലാ ഗാർഡ്സിനെയും അരിഞ്ഞിങ്ങനെ തള്ളുകയാണ്. അതിൽ ചിലരുടെ തല പോകുന്നുണ്ട്, ചിലരുടെ കൈ, ചിലരുടെ കാല്, അങ്ങനെ അറ്റാക്ക് ചെയ്യേണ്ട പോലെ. അവർ രണ്ടുപേരും ആണെങ്കിൽ ആകെ ചോരയിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണ്. ആ പരിസരത്താണെങ്കിൽ ആകെ ഈ അലർച്ച മാത്രം കേട്ടുകൊണ്ട് നിൽക്കണം. ഓടി രക്ഷപ്പെടാൻ നോക്ക്, നമ്മൾ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്തേ പറ്റൂ. അത് പറഞ്ഞുകൊണ്ടിരിക്കണവരുടെ തല ആ സ്പോട്ടിൽ തന്നെ പോയി. അടുത്തത് വേറെ കുറച്ച് ഗാർഡ്സ് ഹെൽപ്പ് എന്നും പറഞ്ഞിട്ട് ഓടിച്ചാടി പോകുന്നുണ്ട്. പിന്നെ അവരുടെ കഥയും കഴിഞ്ഞു. പിന്നെ ഒരു ഗാർഡാണെങ്കിൽ ആകെ പേടിച്ച് അവിടെ ഇരുന്ന് പോയി. അവൻ്റെ അടുത്തേക്ക് രണ്ടുപേരും കൂടി സ്വാഡും പിടിച്ചുകൊണ്ട് വന്നു. പിന്നെ നമുക്കറിയാലോ, അവൻ്റെ കഥയും കഴിഞ്ഞു. ഇല്ല, ഇങ്ങനെ ഒരിക്കലും നടക്കാൻ പാടില്ലായിരുന്നു. എൻ്റെ ആൾക്കാർ ഒരു ദയയില്ലാതെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ യോവോണ് ലേഡിമോൻ്റെ തലയിൽ തന്നെ ചവിട്ടി നിന്നു. ആ അലർച്ച മാറി അതൊന്ന് സൈലൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ ഊഴാണടി നാശം. എടാ യോവോൺ ചിയോൺ, ആ അലർച്ചകളൊക്കെ നിന്നു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ മരിക്കാൻ പോവുകയാണോ? ഇല്ല, എനിക്കിനിയും മരിക്കാനായിട്ടില്ല. നോക്കുമ്പോൾ സർ ലിയൊക്കെ ആകെ ചോരയിലിങ്ങനെ കുളിച്ച് കിടക്കുക. അവിടെയുള്ള എല്ലാ ഗാർഡ്സിൻ്റെയും പണി തീർത്തു. എല്ലാം കഴിഞ്ഞു യങ് മാസ്റ്റർ. എൽഡർ വാൻ. യെസ് യങ് ലോഡ്. ഫ്ലൈയിങ് ഫാനും സെക്റ്റത്തെ ആൾക്കാരോട് പോയിസൺ സെക്റ്റിൻ്റെ അപ്പോത്തിക്കരയിൽ പോയിട്ട് വല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പോയിസണൊന്ന് കിട്ടുമെന്ന് സെർച്ച് ചെയ്യാൻ പറയും. എന്നിട്ട് അത് ഈ ഷാഡോ സെക്റ്റത്തെ ബോഡീസിൽ യൂസ് ചെയ്യുക. ഓ, ഇത് ശരിക്കും ഒരു എക്സലൻ്റ് ഐഡിയ ആണ്. ഇനി ഇത് നിൻ്റെ അവസരമാണ്. യോബോണ് നേരെ ലേഡിമോൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു. ഈ നിമിഷം മുതൽ നീ എൻ്റെ അമ്മയെ ഓർത്ത് പശ്ചാത്തപിക്കുക. നോ, ഗോ ടു ഹെൽ. പിന്നെ നമ്മളെ കാണിക്കുന്നത് ചോര ഇങ്ങനെ തെറിക്കേണ്ടതാണ്. കാര്യം മനസ്സിലായല്ലോ, ലേഡിമോൻ തീർന്നു. പിന്നെ നമ്മളെ കാണിക്കുന്നത് അടുത്ത ദിവസമാണ്. പോയിസൺ സെക്റ്റിൻ്റെയും ഷാഡോ സെക്റ്റിൻ്റെയും ഫൈറ്റിൽ പോയിസൺ സെക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു നൂലിൽ തൂങ്ങിക്കിടക്കണ പോലെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ പോയിസൺ സെക്റ്റിനെ കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ചെയ്ത വാർത്ത ആകെ പരന്നു. അതാണെങ്കിൽ ഡിമോണിക്കൾട്ടിലൊരു കലാപത്തിന് തന്നെ കാരണമായി. പക്ഷേ ഏറ്റവും കൂടുതൽ ഷോക്കിംഗ് ആയത് ഷാഡോ സെക്റ്റിൻ്റെ ന്യൂസാണ്. മെയിൻ 6 സെക്റ്റത്ത് ഒന്ന് ഒറ്റ രാത്രി കൊണ്ട് തന്നെ എലിമിനേറ്റായി പോയെന്നോ? ഞാൻ കേട്ടത് ഷാഡോ സെക്റ്റിൽ 200 ആൾക്കാരും പോയിസൺ സെക്റ്റിൽ പോയിസൺ യൂസ് ചെയ്ത് അവരുടെ മാനറിൽ മെൽറ്റായി കിടക്കുകയാണെന്നോ? ഓ, പോയിസൺ സെക്റ്റത്തെ ആൾക്കാർ ഇത്രത്തോളം ഭയങ്കരന്മാരാണോ? ഷാഡോ സെക്റ്റത്തെ ചീഫ് അങ്ങാണ് തിരിച്ചു വന്നാൽ ഇവിടെ കംപ്ലീറ്റ്ലി പ്രശ്നങ്ങളാവും. പക്ഷേ അദ്ദേഹത്തിന് ഇനി എന്താ ചെയ്യാനുള്ളത്? കാരണം പോയിസൺ സെക്റ്റ് ഓൾറെഡി മൊത്തത്തിൽ പോയല്ലോ. അദ്ദേഹത്തിന് ഇനി വീണ്ടും അവരെ കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ കേട്ടത് ഷാഡോ സെക്റ്റിൻ്റെ മുയോൺ ചിയോൻ്റെ ബോഡി അവിടെ കണ്ടെത്തിയെന്നാ. ഞാൻ വിചാരിച്ചത് യങ് മാസ്റ്റർ മുയോൺ ചിയോൺ അക്കാഡമിയിലാണെന്നാ. ഞാൻ കേട്ടത് ഷാഡോ സെക്റ്റത്തെ ആൾക്കാർ അക്കാഡമിയിലെ ഡിറ്റൻഷൻ സെൻറ്റർ അറ്റാക്ക് ചെയ്തിട്ട് മുയോൺ ചിയോണിനെയും ഫസ്റ്റ് എൽഡറിൻ്റെ മകനെ അവിടുന്ന് കൊണ്ടുവന്നു എന്നാ. അവർ അക്കാഡമിക്കും അതിക്രമിച്ച് കയറിയോ? ഷാഡോ സെക്റ്റിന് ഇവിടെ ഹൈ സ്റ്റാറ്റസ് ആണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ നമ്മുടെ കൾട്ടത്തെ ഈ റൂൾസൊക്കെ ബ്രേക്ക് ചെയ്യുമോ അവർ? പക്ഷേ എന്തായാലും അവരിൽ കുറച്ച് പേരെ അവിടെ പ്രൊഫസർമാർ പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാട്രിയാർക്ക് ഇവിടുന്ന് പോയത് മുതൽ ഈ കൾട്ടിൽ കംപ്ലീറ്റ് പ്രശ്നങ്ങളാണല്ലോ. നമ്മുടെ പാട്രിയാർക്കും എൽഡേഴ്സും തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ഇവിടെ കാര്യങ്ങൾ എന്തായാലും ഔട്ട് ഓഫ് കൺട്രോളായി മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ സ്ട്രീറ്റിലേക്ക് വിട്ട നമ്മളുടെ സ്പൈകളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. നിങ്ങൾ ഓർഡർ ചെയ്ത പോലെ ഷാഡോ സെക്റ്റിൻ്റെ മേലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ തിരിയാൻ വേണ്ടിയിട്ട് നമ്മൾ റൂമേഴ്സും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഷാഡോ സെക്റ്റത്തെ ചീഫ് തിരിച്ചു വന്ന അദ്ദേഹത്തിൻ്റെ മുഖം കാണാൻ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക ഞാൻ. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഫ്ലൈയിങ് ഫാൻ സെക്റ്റിൻ്റെ ഗസ്റ്റ് ഹൗസാണ്. നമ്മുടെ ലോഡ് ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളുകൊണ്ട് ആകെ തളർന്നിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹമാണെങ്കിൽ ഇന്നലെ രാത്രി മുതൽ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഞാൻ നമ്മുടെ ലോഡ് ഇതിനു മുമ്പ് ഇത്രത്തോളം വേദനയിൽ നിൽക്കുന്നത് കണ്ടിട്ടേ ഇല്ല. പെട്ടെന്ന് ഡോർ തുറന്ന് ഫിസിഷ്യൻ ബാഗ് പുറത്തേക്ക് വന്നു. ഞാൻ ആകെ ക്ഷീണിച്ചു. എൽഡർ ചിയോൺ, നിങ്ങൾ ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നോ? ഫിസിഷ്യൻ ബാഗ്, ഗാർഡ് ജാങ്ങിനിപ്പോൾ ഓക്കെ അല്ലേ? ഇപ്പോൾ എനിക്ക് മനസ്സിലായി സർ ലീ നേരിട്ട് വന്ന് എന്നോട് അദ്ദേഹത്തിന് എക്സ്ട്രാ കെയർ കൊടുക്കുന്ന പറഞ്ഞതിൻ്റെ കാര്യം. ഇവനെപ്പോഴും കല്ല് പോലെ മുഖം പിടിച്ച് നടക്കുന്ന ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ അപ്സെറ്റായി കാണുമ്പോൾ
ഈ പേഷ്യൻ്റ് എൽഡർ ച്യൂണിന് അത്രത്തോളം സ്പെഷ്യലാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ ന്യൂസ് പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ പല്ലും എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തിന് ബാക്കിയുള്ള കാലം മുഴുവൻ സോഫ്റ്റ് ഫുഡ്സ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനർത്ഥം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അദ്ദേഹം ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ട്. അദ്ദേഹം സ്റ്റേബിൾ ആയിക്കൊണ്ടിരിക്കുക. അദ്ദേഹം എന്തായാലും ഒരു ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ആളാണ്. അത് കേട്ടപ്പോൾ എന്തായാലും യോണിന് സന്തോഷമായി. കൺഗ്രാറ്റുലേഷൻസ് മൈ ലോഡ്. നിങ്ങൾ രാത്രി മുഴുവൻ വെറി ചെയ്ത് നിൽക്കുകയായിരുന്നു. എന്തായാലും പേഷ്യൻറ്റിന് ഇനിയും കുറേ റെസ്റ്റ് വേണം. അതുകൊണ്ട് ഇവിടെ നിൽക്കാതെ വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ നോക്കെല്ലാവരും. സോറി മൈ ലോഡ്, ഇനി കുറച്ച് റെസ്റ്റ് എടുത്താലോ? ഗാഡ്ജാങ്ങിന് എന്തായാലും റെസ്റ്റ് എടുത്ത് അദ്ദേഹത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി നിങ്ങൾ വറി ചെയ്യേണ്ടത് നിർത്തണം എന്നാണ് ഞാൻ ചിന്തിക്കണത്. അപ്പം പറഞ്ഞത് ശരിയാണ് മൈ ലോഡ്. നിങ്ങൾ ഇന്നലെ രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല. അത് ചെയ്യാൻ എനിക്ക് ടൈമുണ്ടെന്ന് ഞാൻ വിചാരിക്കണില്ല. എൽഡർ വാന് പറഞ്ഞ പ്രകാരം നമ്മുടെ പാട്രിയാർക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. അതിനു മുമ്പ് എനിക്ക് 2 വിറ്റ്നസിനെയും കൂടിയും കണ്ടെത്തണം. നമ്മുടെ പാട്രിയാർക്കും 6 മെയിൻ സെക്ടർ ചീഫുമാരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ലേഡി മോനെ എനിക്ക് ഈസി ആയിട്ട് തീർക്കാൻ പറ്റി. പക്ഷെ അവർ തിരിച്ചു വന്നാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് അവർ എന്നെയും ചെക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ അവർ വരുന്നതിന് മുമ്പ് ഞാൻ എല്ലാത്തിനും പ്രിപ്പയറായി നിൽക്കണം. നമ്മുടെ ലോഡിനെയും പാടെ കൂട്ടി ഇപ്പം 4 എൽഡർമാരേ ഉള്ളൂ ഇവിടെ ഉള്ളത്. അതിൽ 11th എൽഡറിൻ്റെ ജെഡ് മെഡാലിയനും കിട്ടി. ഇനി 2 പേരുടെയും കൂടി വേണം. ഞാൻ വിചാരിക്കണത് 9th എൽഡറിനെ കൺവിൻസ് ചെയ്യാനാവും ഈസി. ചക്കിൻ്റെ ഇൻറ്റേർണൽ ബൗൺസൊക്കെ മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് 9th എൽഡറിനെ കാണാൻ വേണ്ടി പോവും. കണ്ടിട്ട് നമുക്കൊരു പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. നമ്മളിപ്പോൾ പോണത് ഡിമോണിക് റീച്ചിങ് സ്വാഡ് സെക്ടറിക്കാണ്. മോവായോൺ അവരാണ് ഡിമോണിക് റീച്ചിങ് സ്വാഡ് സെക്ടറിത്തെ ചീഫും 10th എൽഡറും. ഈ 12 എൽഡേഴ്സിൽ അവരും 4th എൽഡറായ സോയോഹാങ്ങും മാത്രമേ ഉള്ളൂ സ്ത്രീകളായിട്ട്. ഡിമോണിക് റീച്ചിങ് സ്വാഡ് സെക്ട് ടെക്നിക്കലി ഒരു ഒഫീഷ്യൽ സെക്റ്റാണ്. പക്ഷേ ആ സെക്റ്റിൽ അവൾ മാത്രമേ ഉള്ളൂ മാർഷൽ ആർട്ടിസ്റ്റായിട്ട്. ഒരു സെക്റ്റായിട്ട് കണക്കാക്കേണ്ട ഏറ്റവും കുറഞ്ഞ സ്റ്റാഫുമാരെ മാത്രമേ അവൾ നിയമിച്ചിട്ടുള്ളൂ. അവരുടെ പ്രത്യേക പേഴ്സണാലിറ്റി കാരണം പാട്രിയാർക്ക് പോലും അവോയ്ഡ് ചെയ്യുന്ന 2 പേരുള്ളൂ ഇവിടെ ഉള്ളത്. ആദ്യത്തെ ഒന്ന് 11th എൽഡറായ ഫ്ലൈയിങ് ഫാനും സെക്രട്ടറി ഒയ്ഹാനാണ്. രണ്ടാമത്തെ 10th എൽഡറായ ഡിമോണിക് റീച്ചിങ് സ്വാഡ് സെക്രട്ടറി മൂവായോണാണ്. 10th എൽഡർ ശരിക്കൊരു പ്രത്യേക ടൈപ്പാണ്. എൽഡേഴ്സിൻ്റെ മീറ്റിങ്ങിനോ പാട്രിയാർക്കിൻ്റെ ഒഫീഷ്യൽ ഓർഡറോ അല്ലാതെ അവരവരുടെ മാനറിന്ന് പുറത്തിറങ്ങുകയില്ല. അവരാണെങ്കിൽ ഒരു ഗസ്റ്റിനെ പോലും അവരുടെ മാനർക്ക് കയറ്റുപോലും ചെയ്യൂല. എന്തൊക്കെയായാലും വേറെ ആർക്കും അറിയാത്ത കാരണം കൊണ്ട് എപ്പോഴും കുറച്ച് വർഷങ്ങൾ കൂടുമ്പോൾ അവർ സ്വാഡ് സെക്റ്റിൻ്റെയും ഷാഡോ സെക്റ്റിൻ്റെയും ചീഫുമാരെ പോയി കാണാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഷാഡോ സെക്റ്റിൻ്റെയും സ്വാഡ് സെക്റ്റിൻ്റെയും ചീഫുമാരോ? അതെ, കുറച്ച് പേര് മാത്രം പോണ ഇവിടെ അടുത്തുള്ള മലയുടെ മുകളിൽ വെച്ചിട്ടാണ് അവരെപ്പോഴും കണ്ടുമുട്ടാറ്. മുമ്പൊക്കെ ഞങ്ങൾ അവരെ സ്പൈ ചെയ്യാൻ വേണ്ടി ആൾക്കാരെ അയക്കാറുണ്ടായിരുന്നു. പക്ഷേ ആ 3 എൽഡേഴ്സും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവരുടെ അടുത്തേക്കൊന്നും ആർക്കും എത്താൻ പോലും പറ്റിയില്ല. ആ മീറ്റിംഗ് എപ്പോഴും സസ്പീഷ്യസ് ആയിരുന്നു. പക്ഷേ ആ മീറ്റിംഗ് കഴിഞ്ഞാൽ അവരെപ്പോഴും അവരുടെ മാനറിൽ അടച്ചു പോയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പാട്രിയാർക്ക് പോലും 7 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവരെ സ്പൈ ചെയ്യേണ്ടത് നിർത്തി. അവർ എൽഡേഴ്സിൻ്റെ ലിസ്റ്റിൽ ലോ റാങ്ക് ആയിപ്പോയത് അവർക്ക് അലൈഡ് ഫോഴ്സോ അല്ലെങ്കിൽ സ്പെഷ്യൽ അച്ചീവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ അവരുടെ മാർഷൽ ആർട്സ് ആണെങ്കിൽ എൻ്റെതിനേക്കാളിലും പവറുള്ളതാണ്. അവർ നിങ്ങളെക്കാളിലും സ്ട്രോങ് ആണെന്നോ സർ ലീ? അതെ, അത് നിഷേധിക്കേണ്ട ഒരു കാര്യമില്ല. അവർ സ്ട്രോങ് തന്നെയാണ്. പക്ഷേ അവർ നിങ്ങളുടെ ഫോളോയിങ്ങൊക്കെ ശരിയായിട്ടുള്ള ഒരാളാണോ എന്ന് എനിക്കറിയില്ല. കാരണം അവരെപ്പോഴും ദേഷ്യം പിടിച്ച് വാശി പിടിച്ച് നടക്കുന്ന ഒരു സ്ത്രീയാണ്. നിങ്ങൾ വേറൊരു എൽഡറിനെ കൺവിൻസ് ചെയ്ത് നിങ്ങളുടെ വിറ്റ്നസ് ആക്കുന്നതായിരിക്കും നല്ലത്. മൈലോഡ്, നമ്മൾ ഡിമോണിക് റീച്ചിങ് സ്വാഡ് സെക്ടറിൽ എത്തി. അപ്പോഴാണ് നമുക്ക് ആ സെക്റ്റിൻ്റെ മാനർ കാണിക്കുന്നത്. സാധാരണ എല്ലായിടത്തും ഗാർഡ്സ് ഉണ്ടാവില്ലതാ, ഇവിടെ അതൊന്നുമില്ല. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇയാബോങ്ങൊന്ന് പോയി കതവിൽ തട്ടി. പെട്ടെന്ന് ഒരാൾ വന്ന് ഡോറ് തുറന്നു. ഓ ഹലോ, ഞാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കേണ്ടത്? ഇതാണ് 12th എൽഡർ യോൺചിയോൺ. ഞങ്ങൾ 10th എൽഡറിനെ കാണാൻ വേണ്ടി വന്നതാ. ഇദ്ദേഹത്തിന് അവരോടൊന്ന് കുറച്ച് സംസാരിക്കണമായിരുന്നു. ഓ
ട്വൽത്ത് എൽഡറോ? പക്ഷേ ഇവന് 20 വയസ്സിൻ്റെ മേലേക്ക് പ്രായം തോന്നേയില്ല. എന്നിട്ടും ഇവനൊരു എൽഡറാണോ? എനിക്ക് മനസ്സിലായി അദ്ദേഹം എന്താ ചിന്തിക്കുന്നതെന്ന്. നോക്കുമ്പോൾ യോണ് പെട്ടെന്ന് അവൻ്റെ ജൈഡ് മെഡാലിയം എടുത്ത് കാണിച്ചു കൊടുത്തു. ഞാൻ ഇപ്പം തന്നെ നിങ്ങളുടെ മെസ്സേജ് അറിയിക്കാം. അയാൾ ഉള്ളിൽ പോയി കുറച്ച് നേരം കഴിഞ്ഞിട്ട് തിരികെ വന്നു. എന്നോട് ക്ഷമിക്കണം, നിങ്ങളെ പാട്രിയാർക്കാണോ ഇവിടേക്ക് അയച്ചത്? അല്ല. അങ്ങനെയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം എൽഡർ ചിയോൺ. നമ്മുടെ പാട്രിയാർക്ക് അയച്ച ഒരാളല്ലാതെ വേറെ ആരും ഞങ്ങളുടെ ചീഫിനെ കാണണ്ടെന്ന് അവർ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് അവർ ഈ ഫ്രണ്ട് ഡോറിൽ വന്നിട്ട് ഗ്രീറ്റ് ചെയ്യുന്നെങ്കിലും ഞാൻ വിചാരിച്ചു. പക്ഷേ അവൾ ശരിക്കും ഭയങ്കര വാശിക്കാരിയാണ്. അവളെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ എനിക്ക് വേറെ വഴി തന്നെ നോക്കണം. ഒരു മാർഷൽ ആർട്ടിസ്റ്റ് എന്ന നിലക്ക് അവളുടെ സ്പിരിറ്റിനെ ഞാൻ ഇഗ്നൈറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാം. പിന്നെ നോക്കുമ്പോൾ പെട്ടെന്ന് യോണ് അവൻ്റെ പവേഴ്സ് എന്തോ പുറത്തിങ്ങനെ കൊണ്ടുവരാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് അവിടെ കൂടിയെന്ന് അവൻ്റെ ഫോളോവേഴ്സൊന്നും മനസ്സിലാവണില്ല എന്താ അത് കാര്യമെന്ന്. എനിക്ക് തോന്നുന്നത് സർ ലീ പറഞ്ഞത് ശരിയാണെന്നോ. ഇത് കിട്ടാത്തൊരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കണം. എങ്കിൽ എൽഡർ യോണിനോട് നിങ്ങൾ എൻ്റെ ഒരു ലാസ്റ്റ് മെസ്സേജ് കൂടി പറയുമോ? ഓ, നിങ്ങൾ ഷാഡോ സെക്റ്റും സ്ലോട്ട് സെക്റ്റും പോണ അതേ വഴിയിലൂടെയാണോ പോണത്? ഈ മെസ്സേജ് ഒന്ന് അവരുടെ അടുത്തേക്ക് എത്തിച്ചേക്ക്. ഓക്കെ, ഞാൻ പറയാം. ഒന്നിവിടെ നിൽക്കൂ. മൈലോഡ്, ഞാൻ കരുതിയത് നിങ്ങളിവിടെ 10th എൽഡറിൻ്റെ ജൈഡ് മെഡാലിയന് വേണ്ടി വന്നതാണെന്നാ. പിന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഞാനിത് ചോദിച്ചത് അവൾ ബൈസ്റ്റാൻഡറാണോ അതോ എനിമിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് അവളുടെ ജൈഡ് മെഡാലിയന് വാങ്ങാനൊരു ഉദ്ദേശമില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് അവൾ എന്തായാലും ബൈസ്റ്റാൻഡർ ആവുന്ന. നോക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ ആ മാനറിൻ്റെ ഉള്ളിൽ നിന്ന് ദേഷ്യത്തിലുള്ളൊരു എനർജി ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ യോവണും ചിരിച്ചു. യോവൻ്റെ പ്ലാൻ എന്തായാലും സക്സസ് ആയി. അയാൾ പിന്നെയും പുറത്തേക്ക് വന്നു. ഞങ്ങളുടെ ചീഫ് നിങ്ങളകത്തോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു എന്നോട്. അവരെല്ലാവരും പാടെ ആ മാനറിൻ്റെ ഉള്ളിലോട്ട് കയറി. ഞാൻ നമ്മുടെ ഗസ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ചീഫ്. ഓക്കെ, ഇനി നീ പൊക്കോ. ഇപ്പോഴാണ് നമുക്ക് 10th എൽഡറിനെ കാണിക്കേണ്ടത്. അവരാണെങ്കിൽ ദേഷ്യത്തിൽ സ്വാഡ് ഇങ്ങനെ പിടിച്ച് നിൽക്കുക. ഓ, ഇതാണല്ലേ 10th എൽഡർ. അവളെന്തിനാ ആ സ്വാഡ് ഇങ്ങനെ പിടിച്ച് നിൽക്കണ? ഗ്രീറ്റിങ്സ് 10th എൽഡർ യോൺ. ഞാൻ 12th എൽഡർ യോൺ ചിയോൺ. നിൻ്റെ ഈ ചിയോൺ ലീനേജോ എൽഡർ ആണെന്നുള്ള സ്റ്റാറ്റസോ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. ഒരിക്കലും ഞാൻ നിനക്ക് എൻ്റെ റെസ്പെക്റ്റ് തരുന്ന നീ സ്വപ്നത്തിൽ പോലും കാണണ്ട. ഞാൻ പാട്രിയാർക്കിനല്ലാതെ വേറെ ഒരാൾക്കും തല കുനിക്കില്ല. അവൾക്ക് അവളോട് തന്നെ ദേഷ്യമുണ്ടോ? പിന്നെ നോക്കുമ്പോൾ 10th എൽഡർ ആണെങ്കിൽ സ്വാഡും പിടിച്ച് ഫൈറ്റ് ചെയ്യാൻ റെഡിയായി നിൽക്കണു. നീ എന്താടാ ചോദിച്ച് ഒരേ പാതയിലൂടെയാണോ നടക്കണമെന്നോ? നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ സെക്റ്റിനെയും ആ നാണം കെട്ട ദ്രോഹികളെയും കമ്പയർ ചെയ്യും നീ? ഞാൻ നിനക്കൊരു പാഠം തന്നെ പഠിപ്പിച്ചു തരാടാ ഇപ്പോൾ ഇവിടെ വെച്ച്. 10th എൽഡർ ആണെങ്കിൽ യോണിൻ്റെ ഒപ്പം ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി വരാൻ തുടങ്ങി. ആ സ്വാഡ് ടെക്നിക്ക്. പെട്ടെന്ന് യോണും സ്വാഡ് പിടിച്ചു. എന്നിട്ട് രണ്ടുപേരും പാടെ പൊരിഞ്ഞ് ഫൈറ്റ് ചെയ്യുന്നു അവിടെ. അത് കണ്ടിട്ടാണെങ്കിൽ അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞെട്ടുണ്ട് ഈ സ്വാഡിൻ്റെ ടെക്നിക്ക് കണ്ടിട്ട്. വെയിറ്റ്, എന്ത്? ഇതെങ്ങനെ? നോക്കുമ്പോൾ യോണ് പെട്ടെന്ന് 10th എൽഡറിന് ഒരു ഒറ്റ അറ്റാക്ക് കൊണ്ട് ചെയ്തു. ആ അറ്റാക്കിൻ്റെ പവർ കൊണ്ട് 10th എൽഡർ ആണെങ്കിൽ ദൂരേക്ക് മാറിപ്പോയി. നീ ശരിക്കും ആരാടാ? നിനക്കെങ്ങനെ എൻ്റെ സ്വാഡ് ഫോമിനെ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞത്? ഞാൻ നിന്നോടും ഇതേ കാര്യം തന്നെയാണ് ചോദിക്കാൻ നിന്നത്. ഈ സ്വാഡ് ടെക്നിക്ക് നീ എങ്ങനെ പഠിച്ചത്? അവന് ഈ ടെക്നിക്ക് അറിയോ? ഇല്ല, അതിനൊരു സാധ്യതയില്ല. എന്നോട് ചോദ്യം ചോദിക്കാൻ നിൽക്കണ്ട. ഈ സ്വാഡ് ടെക്നിക്ക് ഞങ്ങളുടെ സെക്റ്റത്തെ യുണീക്കായിട്ടുള്ള ഒന്നാണ്. ഈ സ്വാഡ് ടെക്നിക്ക് ഡിമോണിക് റീച്ചിങ് സ്വാഡ് സെക്റ്റത്തെ ആണെന്നോ? സ്വാഡ് ഡീമൻ ഇങ്ങനെ ശിഷ്യന്മാരുള്ള കാര്യം ഞാൻ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലല്ലോ. സ്വാഡ് ഡീമനോ? മൈലോഡ്, അപ്പോൾ ഇത് എന്ത് തരത്തിലുള്ള ടെക്നിക്കാണ്? സ്വാഡ് ഡീമനെ തന്നെ ഇവിടെ കൊണ്ടുവന്നല്ലോ. ഇതാണ് ഇവോൾവ്ഡ് ഡീമൻ സ്വാഡ്. വെയിറ്റ്, ആ പവർഫുള്ളായിട്ടുള്ള സ്വാഡ് ഫോം അത് ഇവോൾവ്ഡ് ഡീമൻ സ്വാഡാണോ? അപ്പോൾ ഇതാണോ ഡിമോണിക് ലോഡിൻ്റെ സ്വാഡ് ആർട്ടിനെ റൈവൽ ചെയ്യണത്? പക്ഷേ ആ ടെക്നിക്ക് 500 വർഷം മുമ്പ് തന്നെ നഷ്ടപ്പെട്ടു പോയി എന്നാണല്ലോ പറഞ്ഞത്. പക്ഷേ നമ്മുടെ ലോഡിന് എങ്ങനെയാണ് ഒറ്റ മൂവ് കൊണ്ട് തന്നെ ആ ടെക്നിക്കിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞത്? എന്തിനാ നീ ആ നെയിംലെസ് പറഞ്ഞയച്ച മെസ്സഞ്ചറാണോ നീ? നെയിംലെസ്സോ? അപ്പോൾ അവൻ അറിയില്ലേ?
ഡീമൻ സോഡ് സെക്റ്റുമായി ഒരു ബന്ധമില്ലാത്തൊരു ഔട്ട്സൈഡറിന് ഈ മാർഷൽ ആർട്സ് പഠിപ്പിച്ചു കൊടുക്കൂല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവൻ ഈ ഇവോൾവ്ഡ് ഡീമൻ സോഡ് അറിയുന്നത്? ആ ടെക്നിക്ക് ഫുള്ളായിട്ട് അറിയാതെ എൻ്റെ ഈ ഫോമിനെ തടയാൻ അവൻ ഒരിക്കലും ആവില്ല. കണ്ടിട്ട് എൽഡർ യോണിന് സോഡ് ഡീമൻ്റെ സീക്രട്ട് മാനുവലിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്നാണ് തോന്നുന്നത്. ഞാൻ ഒരു പ്രാവശ്യം കൂടി നിന്നോട് ചോദിക്കുകയാണ്, ഈ സോഡ് ടെക്നിക്ക് നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത്? ഈ ഇവോൾവ്ഡ് ഡീമൻ സോഡ് സെക്റ്റിൻ്റെ ആണ്. ഇവിടെ ഞാനാണ് ഇത് നിനക്കെങ്ങനെ അറിയാമെന്ന് ചോദിക്കേണ്ടത്. നീ പറഞ്ഞത് ശരിയാ, ഇവോൾവ്ഡ് ഡീമൻ സോഡ് ഡീമൻ്റെ ഒരു സോഡ് ടെക്നിക്കാണ്. പക്ഷേ നീ ഡീമൻ സോഡ് സെക്റ്റിൻ്റെ പാർട്ടായിട്ടുള്ള ഒരാളല്ലല്ലോ. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ കണ്ടിട്ട് നിനക്ക് മരിക്കാൻ ആഗ്രഹിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നു. നിന്നെ ഫോഴ്സ് ചെയ്താൽ അത് പറയിക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവൾക്ക് മനസ്സിലായതാണ് ഇവോൾവ്ഡ് ഡീമൻ സോഡ് മാത്രം പോരാ എന്നെ വീഴ്ത്താൻ. പിന്നെ എന്താണ് അവളെ ഇത്രത്തോളം കോൺഫിഡൻ്റ് ആക്കുന്നത്? നോക്കുമ്പോൾ അവളാണെങ്കിൽ ആ സോഡ് എനർജിയും പിടിച്ച് യോവണിൻ്റെ അടുത്തേക്ക് ഓടി വന്നു അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ യോവണാണെങ്കിൽ ജസ്റ്റ് അവൻ്റെ സോഡ് വെച്ചിട്ട് അവന്ന് തടുത്തു കൊടുത്തു. പിന്നെ നോക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് രണ്ടുപേരും സോഡ് വെച്ചിട്ട് പൊരിഞ്ഞ ഫൈറ്റ് നടത്തുന്നതാണ്. രണ്ടുപേർക്കും വിട്ടുകൊടുക്കാൻ തീരെ താല്പര്യമല്ല. എനിക്കറിയുന്ന ഇവോൾവ്ഡ് ഡീമൻ സോഡൊന്നും ഡിഫറൻ്റാണിത്. അവളതിൻ്റെ വീക്ക് സ്പോട്ടൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്രത്തോളം നേരം നീ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു. ഓ, അങ്ങനെയാണെങ്കിൽ യോവണും വിട്ടുകൊടുത്തില്ല. അവനും അവൻ്റെ സ്ട്രെങ്ത് ഒന്ന് കൂട്ടി എന്നിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. രണ്ടുപേരും പൊരിഞ്ഞ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഓ, അപ്പോൾ അത് ശരിയാണ്, അവൻ ശരിക്കും ഇവോൾവ്ഡ് ഡീമൻ സോഡ് പഠിച്ചിട്ടുണ്ട്. യോവൺ അറ്റാക്ക് ചെയ്യേണ്ട ഇടയിൽ 10th എൽഡറാണെങ്കിൽ പെട്ടെന്ന് ബേക്കൊക്കെ മാറിക്കളഞ്ഞു. ഞാനിത് സേവ് ചെയ്ത് വെച്ചത് ആ നാണം കെട്ടവന്മാർക്കെതിരെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ഫസ്റ്റ് ഫോമല്ലേ? 10th എൽഡറാണെങ്കിൽ ഒന്നും കൂടി സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്ത് ഫൈറ്റിന് റെഡിയായി യോണിൻ്റെ അടുത്ത് കണ്ട് പാഞ്ഞു വന്നു. യോണാണെങ്കിൽ അതൊക്കെ തടുത്ത് തിരിച്ച് അങ്ങോട്ടും അതേപോലെ ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ തുടങ്ങി. ഓ, അപ്പോൾ അവൾ അതും പഠിച്ചോ? ഇവിടെ എന്താ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിൻ്റെ പാർട്സ് കാണുമ്പോൾ 7 ഡീമൻ സോഡ് ടെക്നിക്കിനെ പോലെ തന്നെ ഉണ്ടല്ലോ. ശരിക്കും ഇവൻ ആരാ? അവൻ ഇവോൾവ്ഡ് ഡീമൻ സോഡ് മാത്രമല്ല പഠിച്ചിട്ടുള്ളത്, അവന് ഈ സോഡ് ഫോമും അറിയാം. വെയിറ്റ്, നോ, അത് കാണാൻ എൻ്റെ സോഡ് ഫോം പോലെ തന്നെ ഉണ്ടല്ലോ. പക്ഷേ അവൻ പെർഫോം ചെയ്യണ ഓർഡറും മെത്തേഡും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ശരിക്കും ഇവൻ ആരാ? 10th എൽഡറിനാണെങ്കിൽ പിന്നെയും ദേഷ്യം വന്നിട്ട് യോണിൻ്റെ അടുത്തേക്ക് നല്ല ദേഷ്യത്തിലുണ്ട് പോയി. ഇതെന്നെ ഉള്ളിലേക്ക് വലിച്ചെടുക്കണ പോലെ ഉണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, യൗവനാണെങ്കിൽ കാര്യമായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യാൻ നിന്നു. അവളുടെ സോഡൊക്കെ യൗവനെ തട്ടിത്തെറിപ്പിച്ചു. പിന്നെ നോക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് യൗവൻ്റെ പവർ കൊണ്ട് അവൾ എയറിൽ കിടന്നിങ്ങനെ കറങ്ങണതാണ്. യൗവനാണെങ്കിൽ അവൻ്റെ പവറൊക്കെ ഇൻക്രീസ് ചെയ്ത് അവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവളുടെ അടുത്ത് കണ്ട് ചാടി വീണു. ആ അറ്റാക്ക് കൊണ്ടാണെങ്കിൽ അവിടെ എയറിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്ന ആ 10th എൽഡർ നേരെ താഴ്ക്കണ്ട് വീണു. നീ ഇനിയും ഈ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കണ്ടോ? ഞാൻ കണ്ടത് എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. അതിലൊരു സംശയമില്ല, അവൻ പെർഫോം ചെയ്ത ആ ഫോം ഞാൻ ആ നെയിംലെസ്സിൻ്റെ അടുത്ത് കണ്ട സെയിം സോഡ് ഫോമും കോഡിഫൈഡ് ഫൈറ്റിങ്ങുമാണ്. ഇനി നീ ആ സോഡ് ടെക്നിക്ക് എങ്ങനെ പഠിച്ചെന്ന് എന്നോട് പറയാൻ പോകുന്നുണ്ടോ? അത് ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഡിഫീറ്റിനുള്ള പ്രൈസ് ഞാൻ പേ ചെയ്യാം. എൻ്റെ ഒരു കൈ നിങ്ങൾക്ക് തരാൻ ഞാൻ റെഡിയാണ്. അവൾ ഇത്രത്തോളം വാശി പിടിക്കുന്നത് കാണുമ്പോൾ ആ നെയിംലെസ് പേഴ്സണും ഇതും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ഞാനിപ്പോൾ എന്താ ചെയ്യുക? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എനിക്കറിയണം നിനക്ക് ഷാഡോ സെക്റ്റും സോഡ് സെക്റ്റുമായി എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന്. ഞാനിത് ചോദിക്കാൻ കാരണം ഈ ലോകത്ത് അവരോടൊപ്പം ഒത്തുചേരാൻ എനിക്ക് തീരെ താല്പര്യമല്ല. വെയിറ്റ്, അപ്പോൾ നീയാണോ 7th യങ് മാസ്റ്റർ ഓഫ് ദി കൾട്ട്? നിനക്ക് എന്നെക്കുറിച്ച് അറിയുമോ? നീ ജനിച്ച സമയത്ത് എൽഡേഴ്സിൻ്റെ മീറ്റിങ്ങിന് കുറച്ച് പ്രാവശ്യമൊക്കെ നീ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും ആ 2 സെക്റ്റിൻ്റെയും സൈഡിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണല്ലേ അവനിത് ചോദിച്ചത്. കണ്ടിട്ട് എൻ്റെ ദേഷ്യത്തിനെ ഞാൻ എൻ്റെ ബെസ്റ്റാക്കി മാറ്റുകയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. ഞാൻ വിചാരിക്കുന്നത് നിനക്ക് പറയാൻ കഴിയും എനിക്ക് അവരുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം. ആ ബാഡ് ബ്ലഡുമായിട്ടുള്ള ബന്ധം. 500 വർഷങ്ങൾക്ക് മുമ്പ് സോഡ് ഡീമന് 3 മെസ്സഞ്ചേഴ്സ് ഉണ്ടായിരുന്നു: ജുറാങ്മോ, ഹോങ്സുയോൺ, ചിയോൺ ഗ്യോങ്. സോഡ് ഡീമന് മറ്റെന്തിനേക്കാളിലും മേലെ ഡിമോണിക് കൾട്ടിൻ്റെ മേലെ ലോയാലിറ്റി വെച്ചിരുന്നു.
അവയിൽ ഏറ്റവും കൂടുതൽ സ്കില്ലുള്ള മെസ്സഞ്ചറിനെ ഡീമൺ സോഡ് സെക്റ്റിൻ്റെ ശിഷ്യനാക്കാൻ വേണ്ടി അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നു. അന്നത്തെ കാലത്തൊക്കെ ഒരാൾക്ക് മാത്രം ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിരുന്നു ട്രഡീഷൻ. മറ്റുള്ള രണ്ടുപേരും അന്നത്തെ പാട്രിയാർക്കായ മൂവ ചിയോൻ്റെ ബോഡി ഗാർഡുമായി മാറും. പക്ഷേ ഗ്യോങ് ചിയോണും ജുറാങ്മും ഗ്രീഡിയായി മാറി. അവരെ സപ്പോർട്ട് ചെയ്ത മൈനർ സെക്റ്റിനെ യൂസ് ചെയ്ത് പാട്രിയാർക്കിനെ കല്യാണം കഴിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. പക്ഷേ സ്വോർഡ് ഡീമനാണെങ്കിൽ ഡിസപ്പോയിൻ്റായി അവരോട് ദേഷ്യപ്പെട്ടു. ആ മെസ്സഞ്ചേഴ്സൊക്കെ കറപ്റ്റായി പോയത് അദ്ദേഹത്തിൻ്റെ പ്രസ്റ്റീജ് കൊണ്ടാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അവരെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കി. എൻ്റെ മുൻഗാമി ഹോങ് സൂയോണാണെങ്കിൽ ഡീമൺ സോഡ് സെക്റ്റിൻ്റെ ലെഗസി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. പക്ഷേ അവർ രണ്ടുപേരും അത് കംപ്ലീറ്റ്ലി നശിപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തിനെ ഒഴിവാക്കിയിട്ട് പോലും അദ്ദേഹം സ്വോർഡ് ഡീമനെ മറന്നിട്ടേ ഉണ്ടായിരുന്നില്ല. സ്വോർഡ് ഡീമന് ഈ ലോകത്തുനിന്ന് പോണത് വരെ ഒഫീഷ്യലായിട്ട് ഒരു ശിഷ്യനെയും ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഡീമൺ സോഡ് സെക്റ്റിൻ്റെ ലെഗസി തന്നെ അവസാനിച്ചു. അതിനുശേഷം എൻ്റെ മുൻഗാമി ഹോങ് സൂയോൺ സ്വയം തന്നെ സ്വോർഡ് ഡീമൻ്റെ സക്സസറായി കൺസിഡർ ചെയ്തിട്ട് ഒരു സെക്കൻഡ് ഡീമൺ സോഡ് സെക്റ്റ് തന്നെ ഉണ്ടാക്കി. പക്ഷേ അതൊരിക്കലും എൽഡേഴ്സ് അംഗീകരിച്ചില്ല. കാരണം അദ്ദേഹത്തിന് സ്വോർഡ് ഡീമൻ ഉപേക്ഷിച്ചതായിരുന്നു. എൻ്റെ മുൻഗാമിയെ അംഗീകരിക്കാത്ത ആ സെയിം എൽഡേഴ്സിൻ്റെ കൗൺസിൽ ചിയോൺ ഗ്യോങ്ങിൻ്റെ സോഡ് സെക്റ്റും ജുറാങ്മുവിൻ്റെ ഷാഡോ സെക്റ്റും ഡീമൺ സോഡ് സെക്റ്റിൻ്റെ ഒഫീഷ്യൽ സക്സസറായിട്ട് അംഗീകരിച്ചു. എൻ്റെ മുൻഗാമിയാണെങ്കിൽ അവർ രണ്ടുപേരും അതിന് ഡിസർവ് ആയിട്ടുള്ള ആൾക്കാരല്ല എന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ചെയ്തു. പക്ഷേ അവർ രണ്ടുപേരും പാട്രിയാർക്കിൻ്റെ ഫാമിലി ആയതുകൊണ്ട് തന്നെ പാട്രിയാർക്കിൻ്റെ പേര് അപമാനിച്ചു എന്ന് പറഞ്ഞ് 10 വർഷം അദ്ദേഹത്തിന് ലോക്കാക്കി. അദ്ദേഹം പുറത്തിറങ്ങിയപ്പോഴേക്കും ആ 2 സെക്റ്റുകാരും ഹൈ സ്റ്റാറ്റസിലെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരവസരത്തിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതിൽ ദേഷ്യം വന്ന എൻ്റെ മുൻഗാമി കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഡിമോണിക് റീച്ചിങ് സോഡ് സെക്റ്റ് പിന്നെ ഉണ്ടാക്കി. അത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 3 വിഷസ് ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തത് ഡീമൺ സോഡ് സെക്റ്റിൻ്റെ ലെഗസി ഇൻഹെറിറ്റ് ചെയ്തിട്ട് സ്വോർഡ് ഡീമൻ്റെ ഹോണർ റീസ്റ്റോർ ചെയ്യണമെന്നായിരുന്നു. രണ്ടാമത്തത് സ്വോർഡ് ഡീമൻ്റെ ടെക്നിക്ക് ഫുള്ളി റീസ്റ്റോർ ചെയ്യാമെന്നായിരുന്നു ഇവോൾവ്ഡ് ഡീമൺ സോഡൊക്കെ. ഹൗ സ്ട്രേഞ്ച്! ഇവോൾവ്ഡ് ഡീമൺ സോഡ് മാത്രമാണ് ഇവിടെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ 500 വർഷങ്ങൾക്കുള്ളിൽ അതെങ്ങനെയെങ്കിലും റീസ്റ്റോർ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അവൾക്ക് എങ്ങനെയാണ് 24 ഡീമൺ സോഡ് ടെക്നിക്ക് അറിയാമെന്ന് അവൾ എക്സ്പ്ലെയിൻ ചെയ്തില്ല. അതുണ്ടാക്കിയത് തന്നെ ബെർസെക് സേബർ ഗോഡിൻ്റെ ഒപ്പം ഫൈറ്റ് ചെയ്ത് ആ കൗണ്ടർ ടെക്നിക്ക് അനലൈസ് ചെയ്തതിന് ശേഷമാണ്. മൂന്നാമത്തത് ഈ കൾട്ടിനും പാട്രിയാർക്കിനുള്ള ലോയാലിറ്റിയാണ്. സ്വോർഡ് ഡീമൻ്റെ ആഗ്രഹം പോലെ തന്നെ ഷാഡോ സെക്റ്റും സോഡ് സെക്റ്റും പോലുള്ള ദുഷ്ടന്മാരെ ഈ കൾട്ടിൽ ഒഴിവാക്കിയിട്ട് ഈ കൾട്ടിനെ ഫ്രീ ആക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഓ, ഞാൻ സർ ലീയുടെ അടുത്ത് നിന്ന് കേട്ടത് സ്വോർഡ് ഡീമൻ്റെ മെസ്സഞ്ചേഴ്സൊക്കെ ഗ്രീഡി ബാസ്റ്റേഡ്സ് ആയിരുന്നു എന്നാണ്. പക്ഷേ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അവരിലൊരാൾക്ക് സ്വോർഡ് ഡീമൻ്റെ മിഷൻ ശരിക്കും ഫുൾഫിൽ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം. ശരിക്കും ഞാൻ സർപ്രൈസ്ഡായിപ്പോയി. ഈ ലോയാലിറ്റി 500 വർഷമായിട്ട് ഇപ്പോഴും പാസ് ചെയ്ത് പോകുന്നുണ്ടോ? ഡിമോണിക് റീച്ചിങ് സോഡ് സെക്റ്റാണ് ശരിക്കും ഡീമൺ സോഡ് സെക്റ്റിൻ്റെ പിൻഗാമികൾ. എൻ്റെ സെക്റ്റ് ജനറേഷനായി കേൾക്കാൻ കൊതിച്ചിരുന്നൊരു വാക്കാണിത്. എന്നിട്ട് ഇത് ഞാൻ ഈ കിഡിൻ്റെ അടുത്ത് നിന്നാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയണില്ല എൻ്റെ ഫാദറിനും എൻ്റെ ആൻസെസ്റ്റേഴ്സിനൊക്കെ ഇത് കേട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. എനിക്കൊരു ഫോർമൽ റിക്വസ്റ്റ് ഉണ്ട് 10th എൽഡറും ഡീമൺ സോഡ് സെക്റ്റിൻ്റെ ട്രൂ ഡിസെൻഡൻറ്റുമായ മൂവായോൻ്റെ അടുത്ത്. എനിക്ക് മൈനർ പ്രീസ്റ്റ്ഹുഡ് ആവാൻ എൻ്റെ വിറ്റ്നസ് ആവണം നിങ്ങൾ എൻ്റെ വിറ്റ്നസ് ആവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നു ഈ മെയിൻ 6 സെക്റ്റും ഇനി ഒരിക്കൽ പോലും ഈ കൾട്ടിൻ്റെ കൺട്രോൾ എടുക്കില്ല. നീ വിചാരിക്കണ്ടോ നിനക്ക് അങ്ങനത്തെ ഒരു കാര്യത്തിന് ഗ്യാരണ്ടി തരാൻ പറ്റുമെന്ന്? ഇത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ഇത് എപ്പോഴോ നടക്കേണ്ട കാര്യമാണ്. ഞങ്ങളുടെ ലോഡിന് അത് സാധിക്കും. അദ്ദേഹം ഓൾറെഡി പോയിസൺ സെക്റ്റിനെ നശിപ്പിച്ചു കഴിഞ്ഞു. അതുമാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ഈ സിറ്റിയിലുള്ള എല്ലാ ഷാഡോ സെക്റ്റത്തെ മെമ്പേഴ്സിനെയും കൊന്നു, ലേഡി മൂന അടക്കം. എന്ത്? ഇത് ശരിയാണോ? ഞാൻ നിങ്ങളോട് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ സംസാരിക്കാം എൽഡർ യോൺ. നിങ്ങളുടെ ലോയാലിറ്റി എനിക്ക് തരികയാണെങ്കിൽ സ്വോർഡ് ഡീമൻ്റെ ലെഗസിയുടെ ഒഫീഷ്യൽ സക്സസറായി നിങ്ങളെ ഞാൻ മാറ്റാം. നീ എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഞാനതുകൊണ്ട് ഉദ്ദേശിച്ചത് സ്വോർഡ് ഡീമൻ്റെ ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്ത് തരുന്ന. അപ്പോൾ ഫ്രണ്ട്സ്, തൽക്കാലത്തിന് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി കഥ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. പിന്നെ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ പോളിൻ്റെ കാര്യം ആരും മറക്കണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.
കമൻറ്റും ചെയ്യണം. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ വരുന്നവർക്കും ബൈ ബൈ.